എല്ലാവർക്കും ശരത്'സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ചും ഇന്റർനെറ്റ് കണക്ഷനോട് കൂടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ വീഡിയോ ഉറപ്പായിട്ടും അവസാനം വരെ നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ എത്രത്തോളം സേഫ് ആണ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റ എല്ലാം സേഫ് ആണോ, നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഹാക്ക് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ടുള്ള 10 വഴികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി അഥവാ നിങ്ങളല്ല നിങ്ങളുടെ കുട്ടികളാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ പാരൻസ് ഉറപ്പായിട്ടും ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10ാമത്തെ കാര്യം, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ആൻറ്റിവൈറസ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ആൻറ്റിവൈറസ് ഇല്ല എന്നുണ്ടെങ്കിൽ വിൻഡോസ് ഡിഫൻഡർ എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവും. എന്നാൽ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ വിൻഡോസ് ഡിഫൻഡറോ അല്ലെങ്കിൽ ആൻറ്റിവൈറസോ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾ ആയി എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു വൈറസ് കയറിയതിൻ്റെ സൈനാണ്. അതായത് പൊതുവെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എല്ലാം ഡിസേബിൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ തന്നെയായിട്ട് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ പോലും കുറേയധികം പ്രാവശ്യം ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇങ്ങനെ ചോദിക്കുക നമ്മളോട്, ഡിസേബിൾ ചെയ്യണോ, എത്ര നേരത്തേക്ക് ഡിസേബിൾ ചെയ്യണം. അതായത് അതിന് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അതിൻ്റെ പുറകിൽ ഡിസേബിൾ ആവാതിരിക്കാനായിട്ട്. അപ്പോൾ ഹാക്കർമാരോ അല്ലെങ്കിൽ വൈറസ് തരുന്നവരോ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻറ്റിവൈറസ് അല്ലെങ്കിൽ വിൻഡോസ് ഡിഫൻഡർ ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇങ്ങനൊരു പോപ്പപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻഫെക്റ്റഡ് ആണ്. ഇനി 9ാമത്തെ കാര്യം, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സോഫ്റ്റ്വെയറുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാത്ത സോഫ്റ്റ്വെയറെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്തോ തകരാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സിൽ പോയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതാണ്. അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടും വീണ്ടും ഈ ആപ്ലിക്കേഷനുകളെല്ലാം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻഫെക്റ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഈ വൈറസുകളെല്ലാം കളയുക, അല്ലെങ്കിൽ വീണ്ടും വിൻഡോസ് ഫോർമാറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. 8ാമത്തെ കാര്യം, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫയലുകളെല്ലാം മിസ്സിംഗ് ആയിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഫയലുകളെല്ലാം പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് കാണുന്നില്ല. നിങ്ങൾ ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള ഫയലുകളെല്ലാം ഇങ്ങനെ മിസ്സിംഗ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നേരെ റീസൈക്കിൾ ബിന്നിൽ പോയി നോക്കുക. അവിടെയും ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ പ്രവണത കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻഫെക്റ്റഡ് ആണ്. 7ാമത്തെ കാര്യം, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ, അതിപ്പോൾ ഗൂഗിൾ ക്രോം ആയിക്കോട്ടെ, ഫയർഫോക്സ് ആയിക്കോട്ടെ, എഡ്ജ് ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾ ആ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ സെർച്ച് ചെയ്യുന്ന ആ ഒരു URL ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഐക്കണുകൾ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിൽ ഇൻസ്റ്റാൾ ചെയ്ത എക്സ്റ്റൻഷനുകളാണ് കൂടുതലായിട്ടും കാണാറ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഐക്കണുകളെല്ലാം അവിടെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളറിയാത്ത എക്സ്റ്റൻഷനുകളെല്ലാം നിങ്ങളറിയാതെ ഇൻസ്റ്റാൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്തോ ഒരു വൈറസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നത്. 6ാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് പൊതുവേ നമ്മുടെ ഗൂഗിൾ ക്രോമൊക്കെ ആണെങ്കിൽ ഇനിഷ്യലി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് ആയിരിക്കും കാണാവുന്നത്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് പരിചയമില്ലാത്ത സോഫ്റ്റ്വെയറുകളെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഹോം പേജുകളിലായിരിക്കും പോകുന്നത്. ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ പേജിലൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ പല അഡ്വർടൈസ്മെൻറ്റ് സൈറ്റുകളിലൊക്കെ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ആവുന്നത്. അങ്ങനെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് വീണ്ടും നിങ്ങൾ ഗൂഗിളിലേക്ക് മാറ്റേണ്ടതാണ്. അങ്ങനെ മാറ്റിയിട്ടും വീണ്ടും ഈ പേജ് തന്നെയാണ് ലോഡ് ആവുന്നതെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ വൈറസ് ആയിട്ട് ഇൻഫെക്റ്റഡ് ആണ്. അതുമാത്രമല്ല, ഈ പേജുകളിലെല്ലാം പോയി നിങ്ങൾ സെർച്ച് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് ഒഴികെ വേറെ വെബ്സൈറ്റുകളിലേക്കെല്ലാം റീഡയറക്റ്റ് ആയി പോകുന്നു. അഡ്വർടൈസ്മെൻറ്റുകൾ കുറേ വരുന്ന വെബ്സൈറ്റുകളിലേക്കൊക്കെ പോകുന്നു. അങ്ങനെ നിങ്ങൾ കാണുവാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻഫെക്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാത്ത രീതിയിലേക്കായി മാറുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോർമലി ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ഫയലുകൾ പിന്നീട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺനോൺ ഫയലായിട്ട് മാറുകയോ എക്സ്റ്റൻഷനുകളെല്ലാം മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ വളരെ വലിയൊരു വൈറസായിട്ട് ഇൻഫെക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡാറ്റ മുഴുവനും ഈ വൈറസ് കാരണം ഡിലീറ്റായി പോകുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഇങ്ങനെ കാണുവാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഈ വൈറസ് മുഴുവനും കളയേണ്ടതാണ്. ഇനി 3ാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ലാപ്ടോപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാപ്ടോപ്പിൽ ക്യാമറയുടെ സൈഡിൽ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. ഈ ലൈറ്റ് പ്രധാനമായും ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ കത്തിക്കിടക്കാറുള്ളൂ. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണ് എപ്പോഴും ഈ ലൈറ്റ് ഓൺ ആവുന്നു, തനിയെ ഓഫ് ആവുന്നു. അങ്ങനെ ഒരു മിസ്ബിഹേവിങ് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ ലൈറ്റ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കണക്റ്റഡ് ആയിരിക്കാം, വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവാം.
അതുകൊണ്ട് നിങ്ങളുടെ ക്യാമറയുടെ പ്രൈവസിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വെറുതെ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സമയത്ത് മൗസ് എല്ലാം ഒന്ന് അനങ്ങുന്ന പോലെ തോന്നുന്നു. നിങ്ങൾ മൗസ് അനക്കാതെ മൗസ് അനങ്ങുന്ന പോലെ തോന്നുന്നു. അതേപോലെ കീബോർഡ് പെട്ടെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലാഗ് ആവുന്നു, സ്ലോ ആയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ 100% അഫക്റ്റഡ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, പൊതുവേ നല്ല സ്പീഡിൽ ഓടുന്ന നമ്മുടെ കമ്പ്യൂട്ടർ പെട്ടെന്ന് ഒരു ദിവസം സ്ലോ ആവുന്നു. വെറുതെ സ്ലോ എന്നല്ല, വളരെ സ്ലോ ആവുന്നു. നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും പതിവിലും കൂടുതൽ സമയമെടുക്കുന്നു. നിങ്ങൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വർക്ക് ചെയ്യുന്നില്ല. മൊത്തത്തിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു ഹാങ് എന്ന രീതിയിലാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ 100% വൈറസ് ഉള്ളത് കൊണ്ടാണ്. ഇനി ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇമെയിൽ അക്കൗണ്ടുകളിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് തെറ്റാണെന്ന് കാണിക്കുന്നു. നിങ്ങൾ പതിവായി അടിക്കുന്ന പാസ്വേഡുകളൊന്നും വർക്ക് ചെയ്യാതെ ഇരിക്കുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഹാക്കർമാർ കീ ലോഗർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് കണ്ടെത്തിയിട്ടുണ്ടാകും. അപ്പോൾ കീ ലോഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ആ കീബോർഡിലുള്ള ഓരോ കീയും എന്താണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്, ഏത് ഓർഡറിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഹാക്കർമാർക്ക് കിട്ടുന്നൊരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു കീ ലോഗർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതേപോലെ ഒരു വൈറസ് വഴി കീ ലോഗർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾ വല്ല സോഷ്യൽ മീഡിയയിലോ ഇമെയിലിലേക്കോ ഒക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി ടെക്സ്റ്റ് രൂപത്തിൽ അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഒന്നും വെക്കാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പാസ്വേഡ് അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവസാനത്തെ ചോദ്യം, ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ നമ്മൾക്ക് തടയാൻ സാധിക്കും? ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു നല്ല ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. പലരും ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് പൈസ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷേ പൈസ കൊടുത്ത് തന്നെ നല്ലൊരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പൈറേറ്റഡ് ആയിട്ടുള്ള വിൻഡോസിൻ്റെ കോപ്പി നിങ്ങൾ ഉപയോഗിക്കരുത്. കഴിവതും ഒറിജിനൽ വിൻഡോസ് കോപ്പി തന്നെ ഉപയോഗിക്കുക. കാരണം ഒറിജിനൽ വിൻഡോസിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ കൃത്യമായി വരുള്ളൂ. ഓരോ അപ്ഡേറ്റിലും ഓരോ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം പാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഒറിജിനൽ വിൻഡോസ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ പൈറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇരിക്കുക. പൈറേറ്റഡ് സോഫ്റ്റ്വെയറെല്ലാം വളരെ വില കൂടിയ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിലും അതിൻ്റെ പുറകിൽ ഇതേപോലെ ഹാക്കർമാർക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റയും കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാനായിട്ടുള്ളൊരു ലൂപ്പ് ഹോളും കൂടിയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വെബ്സൈറ്റുകളിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റും പോപ്പപ്പുകളും ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ ഇരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ 90% വരെ സുഖമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു വെബ് ക്യാം ഓൺ ആവുന്നതോ അറിയാതെ മൗസ് മൂവ് ചെയ്യുന്ന പ്രവണതകളൊക്കെ കാണുവാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ കുറച്ചുകൂടി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നിങ്ങൾ ഫോർമാറ്റ് ചെയ്യുക. നിങ്ങളുടെ വിൻഡോസ് മുഴുവനും ഫോർമാറ്റ് ചെയ്ത് വീണ്ടും വിൻഡോസ് കയറ്റി ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ സൈഡിലുള്ള ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളിൽ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.